പിന്നെ അമ്മ ഇപ്പൊ ഏതു നേരവും കുഞ്ഞേച്ചിയുടെ കൂടെയാണല്ലോ. അവിടെ ഇപ്പൊ അമ്മ വന്ന് നിൽക്കുന്നത് എനിക്ക് വലിയ ആശ്വാസം. അതിന്റെ ഇവിടെ അറിയാനും ഉണ്ട്. കടയിലെ പണ്ടത്തെ പോലെ ഇപ്പൊ കച്ചവടമൊന്നുമില്ല. പിന്നെ സ്ഥിരം പോകുന്ന കുറച്ച് ഊണങ്ങ് പോവും. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവരൊക്കെ വിരലിലെണ്ണാവുന്നവര് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി. അമ്മ എന്തി? സാധാരണ ഞാൻ വരുമ്പോഴേക്കും പുറത്തേക്കൊക്കെ ഓടി വരാറുള്ളതാണല്ലോ. അമ്മ പച്ചക്കറി വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോയിരിക്ക. മുറിയൊക്കെ പൂട്ടി സീൽ ചെയ്തിട്ടാ പോയിരിക്കുന്നെ. സീൽ ചെയ്തിട്ടോ? നീ എന്തൊക്കെയാ ഷാമി പറയുന്നത്? ഇല്ലെങ്കിലേ ദാ വല്യേച്ചിയോട് ചോദിച്ചു നോക്ക്. ഞങ്ങളെ രണ്ടുപേരെ അമ്മയ്ക്കിപ്പോ വലിയ വിശ്വാസമൊന്നുമില്ല. ആകപ്പാടെ വിശ്വാസമുള്ളത് കുഞ്ഞേച്ചിയെ മാത്രമാന്നേ. ഇല്ലെങ്കിൽ നേരത്തെ ഒന്നും കാണിക്കാത്ത പുതിയ രീതികൾ ഇപ്പൊ കാണിക്കോ? മുറിയും പൂട്ടി താക്കോലും എടുത്തോണ്ട അമ്മ ഇപ്പൊ നടക്കുന്നെ. എന്തിന്? അത് തന്നെയാ ഞങ്ങളും ചോദിക്കുന്നെ. എന്തിന്? ഞങ്ങൾ അമ്മയുടെ മക്കള് തന്നെയല്ലേ. തവിട് കൊടുത്തോ പിണ്ണാക്ക് കൊടുത്തോ വാങ്ങിച്ചതൊന്നും അല്ലല്ലോ ഞങ്ങളെ. ശരിയേച്ചി, നിങ്ങളെ രണ്ടാളും അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. കുഞ്ഞേച്ചി ഇനി വന്നേ, ഞാൻ കാണിച്ചു തരാം. വാ ഷാമി. കണ്ടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന എന്താ? തള്ളണ്ട. ലോക്ക് ഇതൊക്കെ ഈ അമ്മയുടെ കയ്യിലാ. എന്തിനാ അമ്മ ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്യുന്നേ? അല്ല, ഇതിനകത്ത് എന്താ ഇരിക്കുന്നേ? ഞങ്ങളെ ഒളിപ്പിക്കാനും മാത്രം എന്ത് വിലപിടിപ്പുള്ള സാധനം അമ്മ ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നേ? സങ്കടമുണ്ട് ശാലിനി. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ. അമ്മയുടെ സ്വഭാവം ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങള് എന്തുറപ്പില്ല പിന്നെ ഇവിടെ നിൽക്കുന്നേ? നീ ഇതിനു മുന്നിലിരുന്ന് കരഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുള്ളവരറിയിക്കും. ഇനി അവിടെ ഒരു ദുരന്തവും കൂടെ ഉണ്ടാവാൻ പാടില്ല മോളെ. അതിനു വേണ്ടിയാ ഞാനിത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിത് സമയവും കാലവും ഒക്കെ നോക്കി ഏതെങ്കിലും പാപനാശിനിയിൽ ഒഴുക്കണം. പിന്നെ വിഷ്ണുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്കിനി ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെയാ മോളെ. എന്തൊരു വിധിയാ ഈശ്വരന്റേത്. എന്താണോ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്ത ഇവർ രണ്ടുപേരെ? വഴി തടഞ്ഞിട്ട് ഇവരെ ഇറക്കിക്കൊണ്ടു പോകണമെന്ന്. നിയമം കയ്യിലെടുക്കാൻ നീ ആരാടാ? നിയമത്തെ വളച്ചൊടിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇയാളെ പോലുള്ള പോലീസുകാരാ. മർക്കടമുഷ്ടി കാണിച്ച തിരിച്ചും മർക്കടമുഷ്ടി കാണിക്കും റസാക്കെ. പഴയ പോലീസുകാരന്റെ മൂരാച്ച് സ്വഭാവം കൊണ്ട് ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, പ്രതികരിക്കും. ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും. സാർ, ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടിയാ, എന്റെ കർത്തവ്യം. എന്ത് കർത്തവ്യം? എന്ത് കർത്തവ്യോ താനിവിടെ കാണിച്ചത്? പലിശയ്ക്ക് പണം എടുത്തു, എന്നിട്ടിപ്പോ പലിശയില്ല മുതലുമില്ല. ചോദിച്ചു തന്നപ്പോ ഈ നാറിയുടെ ഭാര്യ ഇവന്റെ മുന്നിൽ വെച്ച് കെട്ടുതാലി വരെ എടുത്ത് തരാൻ നോക്കി. എന്നാലും ഇയാള് പണം തരില്ല. എന്തുകൊണ്ടാണ് പണം തരാത്തെന്ന് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ?
ഇയാള് മേടിച്ചതൊന്നും തിരിച്ചു കൊടുക്കുന്ന ശീലമില്ലെന്ന്. തിരിച്ചു മേടിക്കാൻ നോക്കിയതിന്റെ പ്രതികാരമാ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ. ഇന്ന് എന്റെ ഈ പെങ്ങളുടെയും ഈ ചെക്കന്റെ കല്യാണ രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. അതിന്റെ ഇടയിലാ ഈ സോമശേഖരന്റെ ലീലാവിലാസങ്ങള്. സാറേ, ആ ലോഡ്ജ് പെൺവാണിപ്പ് നടക്കുകയല്ല. ഇനി ആ വാക്ക് നീ ഉച്ചരിച്ച ഇവിടെ ഇട്ട് നിന്നെ ഞാൻ വലിച്ചു കീറും. നിർത്ത് നിർത്ത് നിർത്ത്, മതി. നിന്റെ അച്ഛൻ മാണിക്കോത്ത് മഹേന്ദ്രൻ രാവിലെ സ്റ്റേഷനിൽ വന്ന് മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു പരാതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പെങ്ങളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം. നീ ഞങ്ങൾക്കൊരു ജോലി ആവുകയും ചെയ്യരുത്. എന്റെ പെങ്ങളെ സ്റ്റേഷനിൽ കയറ്റാൻ പാടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? റസാക്കെ, ഇവര് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തില. പ്രായപൂർത്തിയായവര് തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ നിയമം അവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുമുണ്ട്. അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവർ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ഇന്ന് നടത്താനിരുന്നതാ. നടത്താനിരുന്നതല്ലേ ഉള്ളൂ, നടന്നില്ലല്ലോ.